മിനിസ്റ്റർ, ഇന്നത്തെ ഈ ഒരു അപകടം നമ്മൾ നോക്കൂ, പലപ്പോഴും രാത്രികാല യാത്രകൾ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് തന്നെ സമയം ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് സംഭവിച്ച ഒരു അപകടം പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അനുവിന്റെ പിതാവ് ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് ആണ് പ്രാഥമിക നിഗമനം. അത് തന്നെയാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണം, റോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നും ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാണ്. കാരണം ആ വണ്ടിയുടെ വാഹനം നിങ്ങൾക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് തന്നെ CCTV ദൃശ്യങ്ങളിൽ. വണ്ടി നല്ല സ്പീഡിൽ പോവുകയായിരുന്നു. പക്ഷേ ഉറക്കം വന്നതിന് ശേഷം വണ്ടി വേഗത കൂടിയിരുന്ന് അദ്ദേഹത്തെ ഒരു നിമിഷം മതി യാത്ര ചെയ്യുന്ന ഒരാളിന് ഒരു നിമിഷം ഉറങ്ങിയാൽ വണ്ടിയുടെ കൺട്രോൾ വളരെ വേഗത്തിൽ പോകും. കാരണം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ പോയി ഹിറ്റ് ചെയ്യുന്ന ഭയങ്കര സ്പീഡിലായിരിക്കും. അപ്പം ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. പക്ഷേ ഒരു സെക്കൻഡ് ഒരു കണ്ണെന്നടയുന്ന ആ സമയം കൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് പോയി. ഇതങ്ങനെ സംഭവിച്ചു എന്നാണ്. കാരണം പ്രത്യേകിച്ച് ഈ റോഡിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഈ ഓവർ സ്പീഡ് കൊണ്ടും അശ്രദ്ധ കൊണ്ടുമൊക്കെ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഫ്രണ്ടിലൊരു സ്കൂട്ടർ പോകും. ഈ സ്കൂട്ടർ ആരോടും ചോദിക്കാതെ, ആരോടും ആലോചിക്കാതെ, സിഗ്നലൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അവരൊന്ന് തിരിഞ്ഞ് പുറകിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാതെ, അവരെ മുമ്പിൽ മിററിനെ ഒന്നും ശ്രദ്ധിക്കാതെ ടക്കെന്ന് വലത്തോട് തിരിയും. ആ തിരിയോടുകൂടി ബാക്കിൽ വരുന്ന ആൾ ഒന്നുകിൽ അതിനെ ഇടിക്കേണ്ടി വരും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കൺട്രോൾ പോവും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നല്ല റോഡുകൾ വരുമ്പോൾ അപകടം ഉണ്ടാകും. പക്ഷേ നല്ല റോഡുകൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. നാട്ടുകാരെന്നെ പറയും റോഡ് മുഴുവൻ കുഴിയാണ്, റോഡില്ല, പൊതുമരാമത്ത് വകുപ്പിനെ കുറ്റം പറയും. അത് പറഞ്ഞ കാര്യമില്ല. നല്ല റോഡുണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകും. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ. പിന്നെ ചിലർ പറയും എല്ലാ ജംഗ്ഷനിലും ഹമ്പ് വെച്ചേക്കാൻ പറയും. അത് നടക്കുന്നില്ല. അത് അതിനേക്കാളും വലിയ അപകടമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിലുള്ള അപകടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരം റോഡുകളിൽ ഹമ്പ് വയ്ക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശമാണ്. ഈ ഹമ്പ് വയ്ക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലെ അറിയാത്ത ഒരാൾ അതുവഴിയാണ് പുതിയതായിട്ടൊരാളെ റോഡിൽ കൂടെ വരുന്നു. അദ്ദേഹം ഈ ഒരു ഹമ്പ് ചിലപ്പം അവരെ അപകടത്തിലേക്ക് ചാടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് പ്രധാനപ്പെട്ട ഇത്തരം റോഡുകളിൽ ഹമ്പ് വയ്ക്കാൻ പാടില്ല. പിന്നെ ചിലർ പറയും ഡിവൈഡർ എടുത്ത് വഴി വയ്ക്കുക. ഇതെല്ലാം അപകടമാണ്. അതെല്ലാം പക്ഷെ നമുക്ക് സ്വയം ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ അല്ലാതെ ഇതിന് അടിസ്ഥാനപരമായി ഒരു മോചനമില്ല. ഇതിനെ സ്വയമായി എല്ലാവരും അത് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. അതിനൊപ്പം തന്നെ ഈ റോഡ് സേഫ്റ്റി മെഷേഴ്സും വളരെ പ്രധാനമല്ലേ? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലവിധ അഭിപ്രായങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ഹമ്പ് വയ്ക്കാൻ പല ആളുകൾ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം കുറയിലെ സ്പീഡ് ബ്രേക്കറുകൾ, പണ്ടുണ്ടായിരുന്ന സ്പീഡ് ബ്രേക്കറുകൾ വയ്ക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം. പക്ഷേ അതൊക്കെ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ അപകടം ഉണ്ടാക്കുന്നതാണ് എന്താണ് കോടതിയുടെ ഉൾപ്പെടെ നിഗമനം എന്ന് അങ്ങ് പറയുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഇങ്ങനെ അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പുതിയ മെഷേഴ്സ് എന്തെങ്കിലും ആലോചിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് അത് കൂടുതൽ ഏർപ്പെടുത്തേണ്ടി വരുമോ? അങ്ങനെ ആ ദിശയിൽ എന്തെങ്കിലും ആലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഇതിനെ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ കുറേ കൂടി ഉടനെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒഫൻസുകൾ പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഫൈൻ ഏർപ്പെടുത്താമെന്നുള്ളത്. കഴിയുന്നതും ഇപ്പോൾ മാക്സിമം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഫൈനുകൾ ഏർപ്പെടുത്തേണ്ട സ്ഥിതിയുണ്ട്. കാരണം ചില ആളുകൾ ഇത് വല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണ്. ഈ ഓവർ സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ഉള്ള സ്ഥലം അറിയാം. അവിടെ വരുമ്പോൾ അങ്ങ് ചവിട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് സ്പീഡിൽ ഓടിക്കും. അതുകൊണ്ട് ഇനി ഞങ്ങൾ ആലോചിക്കുന്നത് ഈ മൂവ് ചെയ്യുന്ന കൊണ്ടു നടക്കാവുന്ന കഴിയുന്ന ഹാൻഡ് ഹെൽഡായിട്ടുള്ള ക്യാമറകൾ പല സ്ഥലത്തായിട്ട് കൊണ്ടു നടന്നിട്ട് വിചാരിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ ഓവർ സ്പീഡ് വരുന്നവരുടെ നിന്ന് ഫൈൻ അടിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈൻ ട്രാഫിക് ലിങ്ക് നാഷണൽ ഹൈവേയിൽ തന്നെ പാലക്കാടേക്ക് നമ്മൾ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടതുവശം ലോറികളെല്ലാം വലതുവശം ചേർന്നേ പോകുള്ളൂ. ഒരു രാജ്യത്തും ലോറികളെ വലതുവശം, ഈ ഹെവി വെഹിക്കിൾസിൻ്റെ വലതുവശം ചേർന്ന് പോകാൻ സമ്മതിച്ചിട്ടില്ല. ഓവർടേക്കിങ്ങിന് വേണ്ടി അവർക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കയറാം എന്നുള്ളതല്ലാതെ ഈ റൈറ്റ് ട്രാക്ക് ഫ്രീ ആയിട്ടിടണം ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിന് വേണ്ടിയിട്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ഒരു സ്ഥലത്തും ലൈൻ ട്രാഫിക് അനുസരിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന KSTP റോഡിൽ, പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലായാലും, കോട്ടയത്ത് നിന്ന് വരുന്ന MC റോഡിൽ, കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന MC റോഡിലായാലും എല്ലാ റോഡുകളും ഇപ്പോൾ KSTP വേണ്ടത് വളരെ നല്ല റോഡുകൾ കേരളത്തിലുണ്ട്. ഒറ്റപ്പാലം, പാലക്കാട്, ഈ റോഡുകളെല്ലാം ആരും ലൈൻ പാലിക്കില്ല. നടുവിലത്തെ ലൈനിലൂടെയാണ് പലരും റൈറ്റ് സൈഡിലെ വീൽ അതിൽ പിടിപ്പിക്കാൻ. ഈ ലൈൻ ക്രോസ് ചെയ്ത് കയറി വരുന്ന സ്വഭാവമാണ്. കീപ് ലെഫ്റ്റാണ് ഏറ്റവും ഇടതുവശം ചേർന്ന് പോവുക എന്നുള്ളത് ഭൂരിപക്ഷം വാഹനങ്ങളും ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളൊരു അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ്. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് മാതൃഭൂമി ന്യൂസ് വിശദമായി തന്നെ ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഒരു വാർത്താ പരമ്പരയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഇതിനെക്കുറിച്ചൊരു പ്രാഥമികമായ ധാരണ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആ വാർത്താ പരമ്പര കണ്ടപ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നത് അത്രത്തോളം ശാസ്ത്രീയമായ ഒന്നാണ് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ